ചാകര വന്ന് ഇറങ്ങിക്കാണ്. അപ്പൊ ഞങ്ങള് കാസർഗോഡ് പറഞ്ഞ സ്ഥലത്തെത്തി. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങൾ മുരുദേശ്വരത്ത് ഹാൾട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്നിപ്പോൾ 2 കിലോമീറ്റർ പോകാണ്ട്, മെയിൻ ഹൈവേയിലേക്ക് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഞങ്ങൾക്ക് നടക്കാണ്ട്. എന്നിട്ട് വേണം ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് നിന്ന് തുടങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മെയിൻ ഹൈവേയിലെത്തി. മെയിൻ ഹൈവേയിൽ നിന്ന് ഞങ്ങൾ ഇനി കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങളിന്ന് മിനിഞ്ഞാന്ന് വന്ന് ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലെഫ്റ്റിലേക്ക് കയറിപ്പോയി റൂം എടുത്തത്. നമുക്ക് ചീപ്പ് റേറ്റിന് റൂം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം ഇവിടെ നിന്നു. വെച്ചാൽ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ കൂടുതൽ റേറ്റിന് റൂം എടുത്താൽ നമുക്ക് അത്രയും പൈസ പോകും. അപ്പോൾ അതുകൊണ്ട് ചീപ്പ് റേറ്റിന് കിട്ടിയോണ്ട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എക്സ്ട്രാ ഇവിടെ റെസ്റ്റ് എടുക്കാൻ നിന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് മുരുദേശ്വര റെയിൽവേ സ്റ്റേഷന്. അത്ര വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല. അത്യാവശ്യം നമ്മുടെ ഇവിടെ ടെമ്പിളിൽ വരുന്നവർക്കെല്ലാം അവിടെ വന്നിട്ട് ട്രെയിനിൽ ഇറങ്ങാം. ബാക്കി അധികം ഈ ഒരു പ്ലേസ് ഉണ്ടാവേണ്ടാണ് ഇവിടെ ഇത്ര ആളില്ലെങ്കിൽ ഇത്ര ആളുണ്ടാവില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ മഴയാണ്. ഇന്നിപ്പോൾ അവിടെയും കുറച്ച് നേരം മഴയായിട്ട് നിന്നു, ഇവിടെ ഇപ്പം മഴയായിട്ട് നിന്നു. മൊത്തത്തിൽ മഴയാകെ എന്താ അറിയില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് മഴ തോരാതെ പോകാൻ പറ്റില്ല. അപ്പം ബാഗ് നനഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടും. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കണം. അപ്പോൾ അവിടെ പോയിക്കോ. ഞങ്ങളിന്നിപ്പോൾ ഏകദേശം 452 കിലോമീറ്റർ ഇപ്പോൾ ഇതുവരെ ഈ ഒരു സ്ഥലം വരെ 452 കിലോമീറ്ററായി. 452 കിലോമീറ്റർ. ഇന്നിപ്പോൾ ഏകദേശം 490 അടുത്ത് 490 അടുത്ത് നമ്മൾ ഇന്ന് കവർ 490 കിലോമീറ്റർ ആവുന്ന നമ്മളെ ആ കുംട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ നാളത്തോടുകൂടി 500 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്യും. ഏകദേശം ഒരംശമായി ഇപ്പോൾ നമ്മളെ കേരള ടു ജമ്മുവിൻ്റെ വോക്കിൽ, കേരള ടു കാശ്മീർ വോക്കിൽ ഒരു അംശമായിട്ടുള്ളൂ. ഇപ്പോൾ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഒരുപാടല്ല ചിന്തിക്കുന്നത്. ഞങ്ങൾ നാളത്തെ എത്ര കിലോമീറ്റർ ഉണ്ടോ അതേ മാത്രമേ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. കൂടുതൽ നമ്മൾ ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കുന്നില്ല. അത് ലാസ്റ്റ് ഞങ്ങൾ നോക്കും. ലാസ്റ്റ് അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ നോക്കും. കിലോമീറ്റർ കൂടി നോക്കാറില്ല. അതെ, ആരെങ്കിലും പറഞ്ഞാലാണ് നമ്മൾ നോക്കുള്ളൂ, അതിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നോക്കിയതാണ് എത്ര കിലോമീറ്റർ ആയി. ഇപ്പോൾ 452 കിലോമീറ്റർ ആയി ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വരെ. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഹൈവേയിൽ തന്നെയാണ്. ഒരു ഇതൊന്നുമില്ല, അങ്ങനെ നീണ്ട് പരന്ന് കിടക്കുന്ന ഹൈവേ. ഒരു ഇതില്ല. അതിൻ്റെ ബാക്കിൽ നല്ല ഇതുണ്ട്, നല്ലൊരു മലയും നല്ലൊരു ഇത്. ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കി കാണിച്ചതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു വീട്, പാടത്തിൻ്റെ അടുത്ത് വീട്. നല്ലൊരു ഇതാണ്, രസമാണ് ഇവിടെ പാടത്തിൻ്റെ അടുത്ത് വീടാക്കുന്നതും. അതേപോലെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. മരങ്ങൾ ശരിക്കും നമ്മൾ അതിൽ വരക്കില്ലേ, നമ്മൾ പെയിന്റ് ചെയ്ത പോലെയാണ് ആ വീടെല്ലാം അവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മളൊരു ടോപ്പ് നടക്കണം എന്ന് വിചാരിക്കണു. കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ല കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ വെയിൽ വന്നാലാണ് ഭയങ്കര ക്ഷീണം വരിക. അപ്പോൾ എവിടെയെങ്കിലും ടയർഡായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും ടൈം അവിടെ പോകും. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുംട്ടയിലെത്തും. അപ്പോൾ ബൈലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഇത്. ഇവിടുന്ന് ലെഫ്റ്റിൽ കയറി പോകുന്ന റോഡ്. അപ്പോൾ ഇങ്ങോട്ട് മഴയൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിലേക്ക് നല്ല മഴയാണ്. ഇങ്ങോട്ട് തീരെ മഴ പെയ്തിട്ടില്ല. റോഡെല്ലാം ഡ്രൈ ആയിട്ട് കാണുന്നു. ഏകദേശം ഈ ഹോട്ടലിലെ ജനാർദ്ദൻ വെജ് ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഒന്നും ഉണ്ടാവില്ല. കനകലേന ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം.
നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് പരിപാടി, ഇതിൻ്റെ എന്താണ് നമുക്ക് നോക്കാം, കഴിക്കാൻ എന്താ നോക്കാം. അപ്പോൾ നല്ല നീറ്റ്നെസ്സാണ് ഇവിടുത്തെ ഹോട്ടൽ. അതെല്ലാം ബാത്റൂം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ല നീറ്റ്നെസ്സാണ്. ദോശയെല്ലാം മേടിച്ചു നല്ല അടിപൊളിയാണ്. എല്ലായിടത്തും കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട് ഇവിടെ. നീറ്റ്നെസ് അടിപൊളി ഇവിടുത്തെ അല്ലേ. നല്ല നല്ല ലേഔട്ടും കാര്യങ്ങളും ചെയറായിക്കോട്ടെ ഇവിടുത്തെ ഇതായിക്കോട്ടെ നല്ലതാണ്. വെജിറ്റേറിയൻ ഓർഡർ തന്നെ കയറണം, അപ്പോഴാണ് അതിൻ്റെ ആ ഇത് കിട്ടുള്ളൂ. ये क्या है ये वो लंच में ले खाते हैं फ्राई करके. लंच में? हाँ यहाँ का स्पेशल है ये. हाँ क्या बोलते हैं इसको? ಏನಂತಾರೆ ಕನ್ನಡದಲ್ಲಿ? ಸಂಡಿಗಿ बोलते हैं. संडिगी. संडिगी. वो मीठा है? नहीं नहीं, साल्टी. सॉल्टी. हाँ साल्टी जैसा है ना. एग्जैक्ट पापा के जैसा. हम लेकिन इतना जो छोटा है तो ये स्पाइसी और नमक ज्यादा रहता है. मतलब वो ये टेस्ट आते हैं जापान में. मतलब ये जो तेल में डालेगा तो फूल जाएगा. इतना नहीं, थोड़ा इतना सा, इतना सा. लेकिन उसमें थोड़ा चटपटा है. हाँ ओके चलते हैं फिर. ओके बाय. रॉबर्ट है क्या? रॉबर्ट है ये नहीं, ये गिम्बल बोलता है इसको. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാണ്. ഇവിടെ നല്ല ഫുഡ്, ഒന്നും പറയല്ല. നല്ല ഫുഡ് പറഞ്ഞാൽ വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു പറയാം ഫുഡ് കഴിച്ചിട്ട്. അത്ര നല്ല ടേസ്റ്റ് മറക്കില്ല അങ്ങനത്തെ ഹോട്ടലിൽ കഴിക്കുമ്പോൾ. ജനാർദ്ദൻ വെജ് എന്നാണ് ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര്. ഏകദേശം മുരുദേശ്വരിന്ന് 10 കിലോമീറ്റർ. മാങ്കി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല ടേസ്റ്റ്. അതേപോലെ ആളില്ലെങ്കിലും അയാൾ AC ഇട്ടിരിക്കുകയാണ് ഓണർ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നഷ്ടാവില്ല ചോദിച്ചപ്പോൾ അതൊന്നും സാറിലാണ് പറയുന്നത്. അപ്പോൾ ആൾ അടിപൊളിയാണ്. ഇവിടെ നല്ല പ്യുവർ പച്ചക്കറിയെല്ലാം കിട്ടും ഇവിടെ. നാടും പറയാണ്ട് അധികം വിഷങ്ങളൊന്നും ഉണ്ടാവില്ല. വിഷം എന്ന് പറയുന്ന സാധനത്തിൽ ഉണ്ടാവില്ല. നല്ല പച്ചക്കറി ഉണ്ടാവും. അതേപോലെ നല്ല നാടൻ പഴം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെള്ളം മേടിക്കാൻ കയറിയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഹൈവേയിലേക്കാണ് പോകേണ്ടത്. ഹൈവേയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താനായി. നല്ല പൊരി വെയിലുമായിപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിട്ട് ഒരു വഴിയിൽ ഒരു ഇതുണ്ടായിരുന്നു, പച്ചക്കറി വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു പപ്പായ മേടിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു ആദ്യം 100 രൂപ എന്നോട് പറഞ്ഞത്. അത് 30 രൂപയാക്കിയിട്ട് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 50 രൂപയിലും കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ പപ്പായാണ്. ടേസ്റ്റ് ഉണ്ടോ നോക്കാം, മധുരം ഉണ്ടോ നോക്കട്ടെ ആദ്യം. പപ്പായ കട്ടിങ് എങ്ങനെ കട്ട് ചെയ്യാന്ന് പറയാം. ഇതൊരു പീസ് തിന്നിട്ട് വേണം മധുരം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മൂപ്പർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. പൈസ ഇതുവരെ കൊടുത്തില്ല അല്ലേ. എനിക്ക് മൂപ്പരോടെ തന്നെ കഴിച്ചോളാൻ പറയാം मधुर लेंगे. ये मीठा है ना? मीठा नहीं तो क्या करना है? मीठा अगर मीठा नहीं तो आप खाएगा? हैं? मीठा नहीं तो आप खाएगा? हाँ कन्नड़ा. मुझे कन्नड़ा नहीं आता है. हिंदी मलयालम प्योर मलयालम. कन्नड़ ಗೊತ್ತಿಲ್ಲ. ಹಿಂದಿ ಗೊತ್ತು. ಹಿಂದಿ ಮಲಯಾಳಂ ಗೊತ್ತು. ಊರು ಕೇರಳ. ഉണ്ടോ? അടിപൊളിയാ. അതിനൊരിത്ര ഉറപ്പ് പറഞ്ഞു. ഇതാരുതാ കഴിക്കണേ. എങ്ങനെയുണ്ട് പറഞ്ഞെടുക്ക്. അടിപൊളിയാ. അടിപൊളിയാ. ഒന്നും അതാണ് മറ്റേ മരുന്ന് അടിക്കാതെ മറ്റേത് പഴപ്പിക്കില്ലേ, അങ്ങനെ മരുന്നടിച്ച് പഴപ്പിക്കില്ല, അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പപ്പായ. അതുകൊണ്ട് നമ്മൾ ടയേർഡായ സമയത്ത് ഇങ്ങനത്തെ സാധനം വഴിയിൽ കിട്ടിയ ചീപ്പ് റേറ്റ് ആണെങ്കിലും ചീപ്പ് റേറ്റ് അല്ലെങ്കിലും ഇങ്ങനത്തെ സാധനം ഒന്ന് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും. നമുക്ക് നടക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ അത്ലറ്റിക് ആണെങ്കിലും വലിയ ടീമാണെങ്കിലും നമുക്ക് നല്ല ഇങ്ങനത്തെ എനർജി കിട്ടുന്ന സാധനമാണിത്.
പക്ഷെ കഴുകി കഴിക്കണം കേട്ടോ കഴിക്കുമ്പോൾ കഴിയുമ്പോൾ പോലെ കഴുകാതെ കഴിക്കും. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോവുകയാണ്. അവിടുന്ന് ഹൈവേന്ന് ഒരു 500 മീറ്റർ ഉണ്ടെന്നിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ 1.5 കിലോമീറ്ററിൻ്റെ കാരണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നടന്നിട്ടാണ് പോകണം അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. നല്ല കുന്നാണ് ഇപ്പോൾ അത്. കുന്ന് മാത്രമല്ല കാടും കൂടെ നല്ല കുന്നാണ് കേട്ടോ. നല്ല കുന്നാണ് കേട്ടോ, നല്ല കുന്നാണ്. അത് ബാഗിട്ട് കയറി കഴിയുമ്പോൾ പണി തീരും. ബാഗിട്ട മുന്നോട്ടല്ല, ബാഗും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വലിച്ചിരുന്നു. എൻ്റെ അമ്മോ വയ്യ, അത്രക്കും വലിയ കുന്ന്. ചിരിക്ക നമ്മള് കയറിട്ടിട്ട് അയാള് 64 ആ ചിരിക്ക. ഇമാതിരി കുന്ന് വെയിലത്ത് കയറണ പട്ടാണോ ശരിക്കും? അത്രയും ഹൈറ്റാണ്, റോഡിൽ നിന്ന് ഇത്രയും ഹൈറ്റ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുന്ന് കയറി ശാന പണ്ടായി. ഇങ്ങനത്തെ കുന്ന് കയറാൻ ആർക്കും വയ്ക്കില്ല, അതേ പോയി വെയിലത്ത്. ഓ ഇവിടെ കുരങ്ങനുണ്ട്, അതാണ് കുരങ്ങനുണ്ട്, അതാണ് ഇങ്ങനെ ഉച്ചക്കണ്. ആ ചാടും. കുത്തൊന്നുമില്ല, മറ്റേ തിന്നാൻ ഇറങ്ങിയതല്ല പശുക്കള്. അവര് തിന്നാൻ ഇറങ്ങിയല്ലേ പശുക്കള് കാട്ടുകൂടെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എത്തിയത്. ഇവിടുന്ന് ഇനി മുന്നോട്ട് ഇനിയും പോകാണ്ട്. ഇതാണ് മറൈൻ പാർക്ക്. ഡോൾഫിന് ആമനെ തിന്നാണ് അതാണ് ഒരു സ്റ്റാറ്റു ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആളൊന്നുമില്ലാത്ത ഏരിയയാണ്, മൊത്തം കാലിയാണ് ഈ ഏരിയ. അപ്പോൾ അവിടുന്ന് 1.5 കിലോമീറ്ററാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളോട് അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ 500 മീറ്റർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്നത്. അതുകൊണ്ട് ഇനി 500 മീറ്റർ കൂടെ ഉണ്ട്, 500 മീറ്റർ കൂടെ ഉണ്ട് ഈ നടക്കാൻ. ഇതൊരു ഉച്ചക്ക് ഇങ്ങനത്തെ പണി കിട്ടിയാൽ ഒരു പണി തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നൊരു കട പോലും ഇല്ല, വെള്ളം കുടിക്കാൻ പോലും. കാരണം ക്ഷീണിച്ച് വന്നാൽ വെള്ളം കുടിക്കാൻ പോലും. പക്ഷെ ആളുണ്ട് കേട്ടോ, ആള് ഇപ്പൊ ആളെ കാണാനുണ്ട്. ഇവിടെ ഒന്നും ഒരു രീതിയിലും ആളില്ല. ഞങ്ങളുടെ ശേഷം ഇവിടെ എത്തി, വാട്ടർഫോൾസിൻ്റെ ഇവിടെ എത്തി. പാർക്കും കൊണ്ട് ഇവിടെ ബീച്ചും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു 1/4 മണിക്കൂർ ആവും ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. എന്താ അപ്സർകോണ്ട അല്ലേ? അപ്സർകോണ്ട എന്നാണ്, അപ്സർകോണ്ട ബീച്ച് പാർക്ക് എന്നാണ് ഇതിൻ്റെ ഇങ്ങോട്ട് പറയുന്നത്. സ്ഥലത്തിൻ്റെ പേര് അപ്സർകോണ്ട എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഇല്ല, ഉണ്ട് ടിക്കറ്റ് ഇവിടെ ഉണ്ട്. നോക്കാം എത്ര ടിക്കറ്റ് നോക്കാം. 10 രൂപ per head അല്ലേ? മറൈൻ പാർക്ക് ടിക്കറ്റ് കിतना ടിക്കറ്റ് 10 രൂപ. അപ്പോൾ ഒരാൾക്ക് 10 രൂപയാണ്. ഇവിടെ കടലുണ്ട്, വാട്ടർഫോൾസ് भी ഇത് नीचे उतरना है. वो गार्डन और बीच भी. अच्छा यहाँ वहाँ जा सकता है ना? वहाँ टिकट है, वहाँ भी टिकट है? वो टिकट नहीं है, टिकट है फ्री है ना? 20. അപ്പോൾ 2 ആൾക്ക് 20 ഉറുപ്പ്യ ഉള്ളൂ. അധികം വലിയ ചാർജ് ഒന്നുമില്ല. 20 ഉറുപ്പ്യക്ക് ബീച്ചും ഇതെല്ലാം കറങ്ങി പോവാം. ഇതെന്താ സംഭവം? അതെന്താ സംഭവം? ഇതെന്താ ഉണ്ടാക്കിയതാ? അടിപൊളി സ്ഥലമാണ്. നല്ലൊരു എന്താ ഉണ്ടാക്കിയതാണോ അതോ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടായതാണ് സംഭവം? പ്രകൃതി ഇത് ഉണ്ടാക്കിയതാണ്? അല്ലല്ല, ഇത് ഉണ്ടായതാണ് ഇങ്ങനെ. ഇത് സംഭവം ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. കാണാൻ പഴയ മോഡൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നല്ലൊരു രസമാണ്. ഇവിടെ ബീച്ച് അവിടെയാണ്, അവിടെ ഇറങ്ങാം, അതിലൂടെ ഇറങ്ങാം, ആ സ്റ്റെപ്പിലൂടെയാണ് ഇറങ്ങേണ്ടത്. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ?
നമ്മൾ നടന്ന് വരുമ്പോൾ ആ കുന്നൊക്കെ കയറിയപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നായിട്ടോ. കാരണം 1.5 കിലോമീറ്റർ ഇനിയും പോകണം. അതും അമ്മൊരു കുന്നായിരുന്നു. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വന്നിരുന്നു. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. കാടായാലും പിന്നെ കാട്ടിനുള്ളിൽ കൂടെ ആ ഒരു ഇത് അല്ലേ, ആ ഒരു സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിലാണ് ബീച്ച്, പിന്നെ ഇപ്പുറത്തെ കൂടെയാണ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അത് കാണാൻ പോവാം. അത് പിന്നെ ബീച്ച് വെയിലാണ്, ഇറങ്ങിയിട്ട് കാര്യമില്ല, അത് ഇറങ്ങിയില്ല. പക്ഷെ അവിടെ ഒരുപാട് സ്റ്റാച്ചുകളുണ്ട് അല്ലേ, ആനിമൽസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികളൊക്കെ വന്നാൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണത്. ഇതിലൂടെ പോകണ്ട നമുക്ക് വാട്ടർഫോൾസിന് അങ്ങോട്ട്. ഇതിലൂടെ താഴ്ത്തണം. ടഫാണ് ഏരിയ, നല്ല ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെ ഏരിയ കൂടെ ഇറങ്ങിയിട്ടാണ്. ആ കൂടെ നല്ല റൂട്ട് ഉണ്ടായിരുന്നു. അതിലൂടെ നല്ല റൂട്ടുണ്ട്. ആരും ഇത് കൂടെ വരരുത്. നല്ല റൂട്ട് ഇത് കൂടെ ഉണ്ട്. അപ്പൊ അത് കൂടെ വരില്ല. അപ്പൊ അത് സ്റ്റെപ്പായിട്ട് താഴോട്ട് ഇറങ്ങണം. നല്ല സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അറിയാതെ കൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. വാട്ടർഫോൾസ് എത്ര അവിടെ കുളിക്കെല്ലാം ചെയ്യാം. അപ്പൊ ഇതിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വന്ന വഴി എന്തായാലും കയറുന്നില്ല, കുറച്ച് നമ്മൾ വിചാരിച്ചു ആ വഴി നമ്മൾ മാത്രമേ പോയുള്ളൂന്ന്. പക്ഷെ പിന്നെ ആൾക്കാർ പോണത് വാട്ടർഫോൾസിലേക്കുള്ള വഴി അതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ചിട്ട് ഇറങ്ങണത് അവിടുന്ന്. പക്ഷെ ചിലർക്ക് അറിയാം ആ വഴി പോകുന്നത്. പക്ഷെ പിന്നെ ഷോർട്ട് കട്ട് ഉണ്ടാവുകൊണ്ട് അങ്ങനെ ഇറങ്ങാണത്. അത് ചെറിയ ഷോർട്ട് കട്ടാണ്. പക്ഷെ ഷോർട്ട് കട്ട് നോക്കിട്ട് പറയാൻ കാര്യമില്ല. ഇതുള്ള ഏരിയയാണ്. അതെ, കുറച്ചൊന്ന് കാലൊന്ന് സ്ലിപ്പായാ തലകുത്തി പോകും. അപ്പൊ ഇവിടെ ഷൂട്ട് നടക്കണ്ട, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമുക്ക് അവിടുന്ന് ഡ്രോണെല്ലാം വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരു അത്യാവശ്യം നല്ല ഏരിയ ആണിത്. ഷൂട്ട് ചെയ്യാൻ സിനിമ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന ഏരിയ തോന്നുന്നു കണ്ടിട്ട്. ആരുമില്ല, ഓപ്പണായിട്ട് ആരും ഡിസ്റ്റർബ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പം ഞങ്ങളവിടെ വീട്ടിൽ ബാഗ് വെച്ചിട്ടാണ് ഞങ്ങൾ മേലേക്ക് കയറിയത്. അത്രയ്ക്ക് വലിയ കുന്നായിരുന്നു, വളഞ്ഞു തിരിഞ്ഞുള്ള കുന്നായിരുന്നു. അപ്പോൾ നല്ല കുന്നാ, കാലിങ്ങനെ തളരും കുന്ന് കയറുമ്പോൾ. അത് നമ്മൾ നടന്നിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട്. അപ്പം ഞങ്ങൾ കാസർഗോഡ് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് റൈറ്റിലേക്കാണ് കാസർഗോഡ് പറഞ്ഞ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരാൾ വിളിച്ചിരുന്നു, വേങ്ങരയുള്ള ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ കാസർഗോഡ് എത്തിയോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ കാസർഗോഡ് നിന്നല്ലേ വരുന്നത്. ഞങ്ങൾ മഞ്ചേശ്വരം കഴിഞ്ഞ് കാസർഗോഡ് കഴിഞ്ഞ് മഞ്ചേശ്വരം കഴിഞ്ഞ് ഇവിടെ ക്രോസ് ആവുകയും ചെയ്തു, തലപ്പാടി ക്രോസ് ആവുകയും ചെയ്തു, കർണാടക ബോർഡർ. എന്നിട്ട് പിന്നെ എങ്ങനെ ഞങ്ങൾ വീണ്ടും കാസർഗോഡ് എത്തിയെന്ന് ഞങ്ങൾ ആലോചിച്ച് പോയി. ഇത് ഇവിടെ ഒരു കാസർഗോഡ് ഉണ്ട്, നമ്മുടെ കർണാടക സ്റ്റേറ്റിലും ഒരു കാസർഗോഡ് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ എന്താണ് കർണാടകയിലെ കാസർഗോഡ് ബസ് സ്റ്റാൻഡ്. ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തരാം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റോപ്പ് ഇതാണ്, കാസർഗോഡ് ബസ് സ്റ്റോപ്പ്. കർണാടകയിലെ കാസർഗോഡ് ബസ് സ്റ്റോപ്പ് ഇതാണ്, ചെറിയൊരു ബസ് സ്റ്റോപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ 1 hour വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ ഇപ്പോൾ ആ ബ്രിഡ്ജ്, നമ്മൾ പുതിയ ബ്രിഡ്ജ് പറഞ്ഞില്ലേ, അവർ അവിടുന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ ബ്രിഡ്ജിലേക്ക് വരുന്നുണ്ട്. ഈ ബ്രിഡ്ജിലേക്ക് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരണം. അപ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഏകദേശം എത്തിയവർ. ഇവരാണ് നമ്മളിനെ അങ്ങോട്ട് ക്ഷണിക്കുന്ന ആള്. കൂടെ ഇവരുമുണ്ട്. അപ്പൊ നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹൊണ്ണവർ എന്ന സ്ഥലത്തെത്തി. ഇപ്പം എന്തായാലും ഇനി ഹൊണ്ണവർ ടൗണിലേക്ക് എത്തി. അവരെ റൂമിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ. ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മളൊന്ന് ഇല്ലാപ്പൂരിൽ അവരെ വിളിക്കണം. എന്നിട്ട് അപ്പം ഞങ്ങൾക്ക് ചോറിനെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ചോറിന്ന് വിശക്ക് കരളുരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അവരുടെ വീട്ടിലെത്തി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം ചോറ്. എനിക്ക് നായനെ കാണുമ്പോഴത്തെ പേടിയാകുന്നില്ല, നായ കടിക്കൊന്നുമില്ലേ? നായ കടിച്ച് കീറുന്നില്ല. അങ്ങനെ കുറേ നായ്കൾ കടിക്കേണ്ട ടൈം കഴിഞ്ഞു. ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു വരുമ്പോഴൊക്കെ. പക്ഷേ
കടിക്കുവേ കടിച്ചാലോ കടിച്ചാല് കടി കൊള്ളു തന്നെ വെറുതെ. അപ്പോൾ ഇത് 1 hour പോലീസ് സ്റ്റേഷനാണ്. അവിടെ എവിടെയാണ് ഇവരുടെ റൂം. അപ്പോൾ അവർ നമ്മൾ ഇതാ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. കുറേ വണ്ടിമ വന്നു എന്നിട്ട് എത്താനായിട്ട്. ഇവിടെ ജോഗ് ഫാൾസ് പറഞ്ഞ 61 കിലോ. ജോഗ് ഫാൾസ് ഇവിടെ അടുത്ത് തന്നെ ഈ റൂട്ടിൽ. ബാംഗ്ലൂർക്ക് ഇങ്ങോട്ട് പോവാ? ഇവിടെ തെറ്റി പോകാമല്ലോ അല്ലേ? ഇവിടുന്ന് ബാംഗ്ലൂർക്ക് എത്ര കിലോമീറ്റർ? നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത്. ഇപ്പൊ നല്ല മഴ ചെയ്ത്. അല്ലെങ്കിൽ നല്ല റെസ്റ്റ് എടുത്ത് നല്ല നല്ല റിലാക്സ് ആയിരുന്ന നടക്കാൻ. നല്ല ഞങ്ങള് നാളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാണെങ്കിലും സുഖമാണ്. ഗോക്കറിനെ പിടിക്കാൻ സുഖമാണ്. 45 കിലോമീറ്റർ ഉള്ളൂ. 45 അങ്ങനെ ഇതേ ഉള്ളൂ. ഒന്നുകൂടി ക്ലിയർ ചെയ്തേക്കും. അസ്സലാമലൈക്കും. അതെ അവിടെ ഭയങ്കര. ഞങ്ങൾ ഈ വഴിയോട് പോവാണ് അങ്ങോട്ട്. ഓക്കെ ഓക്കെ. എന്തൊക്കെ വളാഞ്ചേരി വീട്. മതിയേ, അതെല്ലാം മതി. നമുക്ക് കഞ്ഞിട്ടെല്ലാം മതി. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാണ്. ഇവരുടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താണ് ഇവര്. അപ്പോൾ ഇവര് നമുക്ക് കേരള ഫുഡ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കേരള ഫുഡ് എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ടാക്കുന്ന ആള് കേരളക്കാരനാണ്. ഇവിടെ നമ്മളെ ഈ നാട്ടുകാരനാണ്. പോലെ 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 കേട്ടോ. അപ്പൊ ഉണ്ടാക്കുന്ന ആള് പോയി അങ്ങോട്ട്. ഇവരാണ് നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ഇവര് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. ഞാനും അവിടെ എവിടെയാണ് 1 hour ആണ് സ്ഥലത്ത് എത്താറാകുമ്പോൾ. ഏകദേശം ഒരു 5 കിലോമീറ്റർ ബാക്കിലുണ്ടാകുമ്പോഴാണ് ഇവർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ വന്ന് എനിക്ക് മനസ്സിലായി കർണാടക സ്റ്റേറ്റിലെ നമ്പറാണെന്ന്. അപ്പോൾ ഞാൻ സംഭവം എടുത്ത് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡായി. നല്ല നാടൻ ചോറ് ഞങ്ങൾ തിന്നു. കുറെ അതെ കേരള സ്റ്റൈലും നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഒരുപാട് ഇപ്പോൾ ഇതാണ്. അവിടുന്ന് ഇവിടുന്ന് കഴിച്ച് വയറ് ഇതാണ് മസാല ഇതുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു ലക്കാണത്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാവുന്ന ഒക്കെ ഇവരാണ് എന്നെ വിളിച്ചത്. പേര് പറയുന്നത് നിങ്ങൾ? അമീറ. അമീറാക്കാണ് എന്നെ വിളിച്ചത് എൻ്റെ നമ്പറിൽ. അപ്പോൾ അമീറാഖാൻ്റെ ഏട്ടനാണ് ഇവര്. ഇവര് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഫ്രീക്കി വോൾസ് ഈ വഴി പോയതാണ്. ഫ്രീക്കി വ്ളോഗ്സ് വഴി പോകുമ്പോൾ നിങ്ങൾ കൊടുന്നു അല്ലേ? ഇവരാണ് വീട്ടിൽ വിളിച്ചു കൊടുന്ന് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ സ്റ്റേയും കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സ്റ്റേയും ഇവർ കൊടുത്തിട്ടുണ്ട് ഇവര്. അപ്പോൾ ഇവരൊരു തന്നെയാണത്. ഇവര് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ പോണവരെ വിളിച്ച് കൊടുന്ന് ഫുഡ് കൊടുക്കുന്ന ഇതുണ്ട് ഇവർക്ക്. അപ്പോൾ നമുക്കും അതൊരു വലിയ തന്നെയാണ്. കാണാൻ പറ്റി. വേങ്ങര സൈഡ് നമ്മൾ പോയിട്ടില്ല. വേങ്ങര സൈഡ് നമ്മൾ ഒരിക്കലും പോകേണ്ട ഇതില്ലല്ലോ. നേരെ അലിക്കറ്റിൽ വഴിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേങ്ങര സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. പക്ഷെ നമുക്ക് കിട്ടിയത് വേങ്ങര കിട്ടിയില്ല. വേങ്ങരയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നമുക്ക് തന്നു എന്തായാലും. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് സപ്പോർട്ടുണ്ട്. എല്ലാവരും നമുക്ക് സപ്പോർട്ട് തന്നെയാണ്. കേരളത്തിൽ ഏത് ഭാഗത്ത് പോയാലും സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ട് പോകാത്തതുകൊണ്ട് നമുക്ക് ഇതില്ലാന്നുള്ളൂ. അറിയില്ല, ആൾക്കാർ കണ്ടിട്ടില്ല നമ്മളെ. ഇപ്പോൾ നമുക്ക് വേങ്ങര ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ പേരാണ് ബഷീർ എന്നാണ് ഇവരുടെ പേര്. അവിടെ തന്നെയല്ലേ ബേക്കറിയാണ് ഇവര്. കുറേ വർഷങ്ങൾ 80 കൊല്ലമായി ഞാൻ എന്നോട് പറഞ്ഞത്. 80 കൊല്ലത്തോളം ഇവര് ഉപ്പാവിൻ്റെ ഒപ്പമായിട്ട് ഇങ്ങനെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്, ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇവര് നിങ്ങളുടെ സ്റ്റാഫാണ്. ഇവര് ഭയങ്കര എല്ലാവരും വീടിന്റെ അടുത്തുള്ള ഇവിടുത്തെ സ്റ്റാഫ് മാക്സിമം ഇവരുടെ വീടിന്റെ അടുത്ത്. അതൊരു ഹെൽപ്പാണ്. ഇപ്പോൾ ഒരാൾ പോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മാക്സിമം അവരെയും ബാക്കിയുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് ഞങ്ങളെ കൊടുക്കുന്നത്. ഇവർ പറഞ്ഞു ഓക്കെ. പേര് മുജീബ്. ഇവരുണ്ടായിരുന്നു. ഇവരാണ് കൂട്ടാൻ വന്നത് നമ്മളെ കോഴിക്കോട് താമരശ്ശേരി. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടും ആ റൂട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾ താമരശ്ശേരി അല്ല, ഞങ്ങൾ ടച്ച് ചെയ്യില്ല. ഞങ്ങൾ ടച്ച് ചെയ്ത് ഇവിടെയാണ് മാങ്കാവിലാണ് ഞങ്ങൾ ഇതുണ്ടാകുന്നത്. മാങ്കാവിൽ സ്റ്റേ ചെയ്ത് നിങ്ങളെ നാട്ടുകാർ നമുക്ക് വലിയ AC റൂം ഒപ്പിച്ചെന്ന്. അതെ, നിങ്ങളെ മെമ്പറുണ്ട് 33 വാർഡ് മെമ്പറാണ്. നമുക്ക് അവിടെ വലിയ റൂം ഹോട്ടൽ റൂം. ഇത് ഗെറ്റ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. അതിലെ റൂം നമുക്ക് നിങ്ങളെ കോഴിക്കോട്ടരാണ് നമുക്ക് ഏറ്റവും വലിയൊരു റൂം അറേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടില്ല അല്ലേ? ഒരുപാട് നന്ദിയുണ്ട് ഫുഡ് തന്നു, അതേപോലെ കണ്ടതിലും ഒരുപാട് സന്തോഷം. ഇതാണ് ചാകര വന്ന് ഇറങ്ങിയത്. അപ്പോൾ ചാകര കാണാൻ വന്നതാണ്. ലേറ്റായി, ഒരുപാട് മഴ, നല്ല മഴയായിരുന്നു ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഇവര് നമ്മള് കാരണം ഇവരും മൊത്തം നനഞ്ഞ പിണ്ടിയാണ്. ഇത് ഫാക്ടറി പോണ മീനാണ്. ഫാക്ടറി പോണ മീൻ. എന്തിന്? ഫിഷ് മില്ലിന് ഈ മരുന്നിനൊക്കെ ഈ വളത്തിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മീനാണ്. ഇത് മറ്റേ അയില, ഇത് മറ്റേ അയക്കൂര. ഇതിപ്പോ ഫ്രഷ് വന്ന മീൻ. ഇന്ന് രാവിലെ പോയി ഐസിടാത്ത മീൻ. ചാകര വന്ന് ഇറങ്ങിക്കാണ്. ഇതെല്ലാം ഫാക്ടറിയിലേക്ക് പോകുന്ന പറയണേ. ഈ മീനെല്ലാം, ഇങ്ങനത്തെ മീന് നേരെ ഫാക്ടറിയിലേക്കാണ് അത്ര പോകുന്നത്. എന്നിട്ട് വേറെന്തോ മരുന്നിനോ എന്തിനോ പറഞ്ഞു എന്നോട്. അപ്പൊ മഴയത്തും ഇവര് നല്ല പണിയെടുക്കാണ്. ഇപ്പൊ എടുത്തിട്ടുള്ള ബോട്ട് ഇപ്പൊ എടുത്തിട്ട് ഇവര് ഇപ്പൊ അങ്ങോട്ട് മേലോട്ട് കയറ്റിയിട്ടാണ്. നല്ല അയില, ഇതാണ് ഐസിടാത്ത അയില എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇവിടുന്നാണ് സാധനം ഐസിലേക്ക് പോകുന്നത് അല്ലേ? ഇവിടുന്ന് ഐസിലേക്ക് പോകും. ഇത് ഐസിലിടും, ഇത് വണ്ടി കയറ്റി വിടും. ഇതാണ് സംഭവം. ഐസിങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ ഐസിടാം. കേരള കാശ്മീർ ചെമ്പൂന് വസൂലല്ല. അപ്പൊ ഇവരിത് ഐസ് ഇടാണ് വണ്ടിയില്. ये केरला में जाएगा? ये नहीं जाएगा, ये लोकल में भेजना। कल ये सब इंसुलेट गाड़ी है ना, केरला में जाते। बड़ा गाड़ी चलाते हैं, गेदर और पकड़ा, ये भी ज्यादा छोटा वाला बड़ा वाला भी जाते हैं. बोले बड़ा വളാഞ്ചേരി ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് ഒരു സംഭവം. നേരെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പാക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഐസിടും. അപ്പൊ ഇവര് നമുക്കായിട്ട് തന്നെ ഒന്ന് വന്നതാണ്. നമുക്ക് പറഞ്ഞുതരാനും നമ്മളിവിടെ കാണിക്കാനും ഇത്രയും മഴ കൊണ്ടിട്ട് ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാകര വന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സീന് കാണുന്നത്. ഈ വൈകുന്നേരത്ത് വന്ന മീന്, വൈകുന്നേരം വന്ന മീൻ. ഇപ്പൊ വന്ന മീൻ ഇത്ര പെട്ടെന്ന് ലോടാവും? അപ്പൊ അത്രയും ഇതെല്ലാം ചെമ്മീന്, പെടക്കണ ചെമ്മീൻ. അപ്പൊ ഐസിന് വേറെ വണ്ടി വന്നിക്കാണ്. അവിടുന്ന് ഐസ് എടുത്തിട്ട് കൊത്തിയെടുത്ത് നേരെ ഐസ് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് അവര് ഐസ് ഇട്ട് കൊടുക്കണം, ഒരു സൈഡിൽ നിന്ന് മീൻ ലേഔട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരണം. ഭയങ്കര ഫാസ്റ്റാണ് പരിപാടി. ഇവിടെ ഇവര് എക്സ്പോർട്ട് ചെയ്ത് വിടുന്നവര് വേറെ കേരളത്തിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന. അപ്പൊ ഇവര് പറഞ്ഞത് ഐസ് 30 കിലോ അല്ലെങ്കിൽ 35 കിലോ പിന്നെ അതിന് മേലെ ഐസ് ഇടും. ഐസ് കണക്കിന് കൂടില്ല. ഈ മീൻ പെറുക്കിയിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്നാലും ഇപ്പൊ നമുക്ക് പെറുക്കിയിട്ട് തന്നെ മീൻ ഒരുപാട് തിന്നാം. അത്രയൊക്കെ മീനുണ്ട്. താഴത്ത് വീട് നടക്കണം.
അപ്പൊ ചേച്ചിമാരന്നെയാണ് വർക്ക് നടക്കുന്നത്. കേട്ടോ ഇവിടെ ഈ മീൻ തന്നെ പെറുക്കിയിട്ട് ഒരു 2-3-4 വീട്ടിലേക്ക് യൂസ് ചെയ്യും. അത്രയ്ക്ക് മീന് വീണ്ടും തന്നെ പോകുന്നുണ്ട്. കൊട്ടേന്ന് വീണ്ടും തന്നെ മീന് പോകുന്നുണ്ട്. അത് അപ്പൊ അടുക്കുന്നതാണ്, ഇങ്ങോട്ട് അടുക്കുക. സ്റ്റീൽ ബോട്ട് ഇതെല്ലാം മരത്തിന്റെ. ആ അപ്പൊ ഇവിടെ സ്റ്റീൽ ബോട്ട് ഉണ്ട് ഇവർക്ക്, അതേപോലെ മരത്തിന്റെ ബോട്ടിലും ഉണ്ട്. ബോട്ടിൽ പോകാതെ തണുത്തിട്ടാണ്, നാവ് തണുത്തായി. എന്താ പേര് പറയുന്നത്? ഫരീദ് എന്നാണ് ഇവരുടെ പേര്. ഇവിടുത്തെ മുതലാളിയാണ്. അത്ര 7 ബോട്ട് ഇവർക്ക് 7 ബോട്ടുണ്ട് ഈ ഒരു ഹാർബറില്. അപ്പൊ അതെ ഹൊണ്ണവറിലെ കാസർഗോഡ്. കാസർഗോഡാണ് ഇവിടെ. കാസർഗോഡ് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് പോലെ ഇവിടെ ഹൊണ്ണവർ കാസർഗോഡിലെ ഒരു മുതലാളിയാണ് ഇവിടെ. അപ്പൊ വേറെ ഇതിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയത്, ഇവിടെ ഷൂട്ട് ചെയ്യാനും കാണാനെല്ലാം പറ്റിയത്. അപ്പൊ അവരെ ഏകദേശം എന്താ മീന് ഇതായി എടുത്ത് തീരാനായി അവിടുന്ന് ബോട്ടിന്ന്. ഇതെല്ലാം നാട്ടിലേക്ക് കയറ്റി വിടും. ഏത് സൈഡിലേക്കാ മഹാരാഷ്ട്രക്ക് പോകുന്നുണ്ട് ഫാക്ടറിയിലേക്ക്. ഈ മീൻ ഫാക്ടറിയിലേക്ക് പോകുന്നു. അതിലെല്ലാം മഹാരാഷ്ട്രക്ക് പോകുന്നത്. ഇവിടെ 2 സ്ഥലത്തെ ഫാക്ടറി ഉള്ളൂ. മൽപ്പ ഉടുപ്പി മൽപ്പ അത് ഫാക്ടറി ഉണ്ട്. ഗോവ, മഹാരാഷ്ട്ര, മൽപ്പ. ഇറങ്ങണ ആ ബോട്ടിൽ നോക്കിട്ട് പോ. നോക്കി പേടിയാണ്. അതോ സ്ലിപ്പാണ്ട് കാല്. അല്ലെങ്കിൽ അതിലങ്ങനെ വരാൻ സ്ഥലം നോക്കി ചിലപ്പോ അപ്പുറത്ത് കൂടെ മതി. വൽമേൽ കൂടി നടന്നു പോയിക്കോളൂ. എന്നോട് എന്ത് പറഞ്ഞാൽ ഗോക്കറിനോ ഇവിടെ പോയി പോകുന്നില്ല. അവരെന്തൊക്കെയാ അറിയുന്നത്, ഗുജറാത്തൊക്കെ പോയിട്ട് നാട്ടിലെത്തി. അല്ല എന്ത് അല്ല അപ്പൊ നിങ്ങൾ കാശ്മീരിലേക്ക് എങ്ങനെ പോന്നു? നടന്നിട്ട് ലിംഗം വിട്ടാലും ഞാൻ വിട്ടാൽ നിങ്ങൾക്ക് ലിംഗം നടന്നിട്ടല്ല നടന്നിട്ട് ഞങ്ങൾ 10-20 ദിവസമായി ഇറങ്ങിയിട്ട്. ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് 20 ദിവസം. യാത്ര വേണ്ട കേട്ടോ.
ഈ പ്രാർത്ഥനയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. ഒരാള് പോലും നമ്മളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാ പോകണം, നിങ്ങൾ ഇല്ലെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞില്ല. എന്നുവെച്ചാല് എല്ലാരും പ്രാർത്ഥന ഉണ്ട്. ഒരേ തീരുമാനമല്ലേ? അതെ അതെ, ഒരു ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, പെണ്ണുങ്ങൾക്ക് വേണോ വെള്ളമാണ് തീരുമാനിച്ചത്. അതൊന്നുമില്ല, രണ്ടാളും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്, ഹാർബറിൽ നിന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പൊ കൂടെ വരുന്നുണ്ട് നമ്മളെ കൂട്ടിക്കൊടുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തോടുകൂടി ഞങ്ങള് ഇന്നത്തെ അത് കഴിഞ്ഞു. നാളെ ഞങ്ങള് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. വേറെ ഒരു സ്റ്റേ തന്നതിലും അതേപോലെ ഫുഡ് തന്നതിലും ഒരുപാട് നന്ദിയുണ്ട് ഇവരോട്. അപ്പൊ ഇതാണ് ഇവരുടെ ബേക്കറി. ഇവര് ബേക്കറി ബിസിനസ്സാണ് ഇവിടെ. മലബാർ ബേക്ക് മലബാർ ബേക്കറിന്റെ ഒരു ബ്രാഞ്ചാണ് ഇത്. ഒരു ബ്രാഞ്ച് മൊത്തത്തിൽ 4 ബ്രാഞ്ച് ഉണ്ട്. ഹൊണ്ണാറില് 4 ഷോപ്പുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് ബാക്കി ബൽഗാംകുന്ത. അതെല്ലാം പാക്ക് വരുന്നതാണ്. ബൽഗാംകുന്ത ഇവിടെ ബൽഗാംകുന്ത സ്പെഷ്യൽ ബൽഗാംകുന്ത ഇവിടെ പാക്കറ്റ് വരുന്നുണ്ട് റെഡിമെയ്ഡ്. അപ്പൊ ഇതാണ് 75 കൊല്ലം പഴക്കമുള്ളത് അല്ലേ? 75 കൊല്ലം മേലേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഷോപ്പാണിത്. കുമ്ട്ട് അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാർവാറില് കാർവാറിൽ ഇപ്പൊ ഉണ്ട്. എല്ലാപ്പുറം അധികം ആൾ താമസം ഇല്ലതുകൊണ്ടാ അല്ല, അവിടെ ഒരു ചെറിയൊരു ടൗൺ ആയിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ഈ ഇങ്ങനെ ഓടുന്ന ഈ ഓട്ടം ഫ്രീസ് അല്ല, ഭയങ്കര ഒരു തിരക്ക് കയറി ഗോക്കറിനെ വിട്ടാൽ അറിഞ്ഞത് നമ്മളെ ഈ ഗോക്കറിനത്ത് നിന്നാണ്. പക്ഷെ ഗോക്കറിന് എല്ലാവരും കേരളണ്ടാക്കിയത് അങ്ങനെയുള്ള കന്യാകുമാരി മുതൽ ഗോകർണം വരെയാണ് കേരളത്തിന്റെ ഭൂപടം. പിന്നെ നാട് മാറ്റിയതാണ്. മയൂരിനില് അങ്ങനെ പരശുരാമ ഇവിടുന്നാണ് മൈ എറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കാപ്പാട് ബീച്ചിക്കല്ലേ? വീടെടുത്ത കേരളം അല്ലേ? പരശുരാമൻ മൈയെറിഞ്ഞ് വീടെടുത്ത കേരളം. അത് മൈയെറിഞ്ഞത് ഈ ഗോകർണത്തിനാണ്. ഷോപ്പ്. ഷോപ്പിന്റെ പേര് മൈത്രി ഫുട്വെയർ. ഹൊണ്ണവർ മാർക്കറ്റ് റോഡിലാണ്. ഹൊണ്ണവർ മാർക്കറ്റ് റോഡാണ്. അവർക്ക് ഇവിടെ തന്നെ 2 ഷോപ്പ് ഉണ്ടല്ലേ ഇപ്പൊ? അതെ, ഇപ്പൊ ലേശം ഇവരാണ് നോക്കി നടത്തുന്ന കാര്യങ്ങളെല്ലാം ഇവിടുത്തെ. വേറെ 2 സ്റ്റാഫാണ്. കട്ടക്കുള്ള സ്റ്റാഫാണ്. നല്ല സ്റ്റാഫാണെന്നാണ് ഇവര് പറഞ്ഞത്. ഇവരെ വിശ്വസിച്ച് നിർത്തി നല്ല അടിപൊളി സ്റ്റാഫാണ്. ഇവിടുത്തെ തന്നെയാണ് ഇവരുടെ. അതെ അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.